നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മാതാവും അങ്ങനെ ഒരു നീണ്ട രാഷ്ട്രീയ ചരിത്രം അവകാശപ്പെടാവുന്ന ശ്രീമതി സോണിയാഗാന്ധി ഗാസ സംബന്ധിയായി, ഇസ്രായേൽ സംബന്ധിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ച് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ഇസ്രായേലിൽ നിന്ന് ലോകം മുഴുവൻ അകലുമ്പോഴും നരേന്ദ്രമോദി ഇസ്രായേലുമായി സൗഹൃദം പുലർത്തുന്നു, അത് മോശമാണെന്നുള്ള തരത്തിൽ അത് സംബന്ധിച്ച് വിശദമായൊരു വിശകലനം തന്നെ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുൻപിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷേ അതല്ല വിഷയം. നമ്മുടെ ഇന്നത്തെ വിഷയം പ്രധാനമായും നമ്മൾ പരിശോധിക്കുന്നത് സോണിയാഗാന്ധി ഈ അവകാശപ്പെടുന്നവരുടെ മനുഷ്യസ്നേഹമുണ്ടല്ലോ, ഗാസയിൽ മരിച്ചു വീഴുന്ന ജീവനുകൾക്ക് വേണ്ടിയുള്ള അവരുടെ കരുണാർദ്ര വിലാപം, അതിൻ്റെ പശ്ചാത്തലത്തിൽ സോണിയാഗാന്ധിയുടെ മനുഷ്യസ്നേഹം എത്രത്തോളം ആത്മാർത്ഥതയുള്ളതാണെന്നൊന്ന് പരിശോധിക്കുകയാണ് ഇന്ന് ഓട്ടപ്രദക്ഷിണം. ആ പരിശോധിക്കുവാനുള്ള കാരണം പ്രധാനമായും നമുക്ക് പരിശോധിക്കേണ്ട വിഷയം, ഒരു ഭാരതീയ പൗരയാണ് സോണിയാഗാന്ധി ഇപ്പോൾ, ഭാഗ്യത്തിന് രേഖകളിലെങ്കിലും അവരങ്ങനെയാണ് എന്നാണ് അവരും അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുവാനും അവർക്ക് സാധിക്കുന്നത്. അങ്ങനെയുള്ള സോണിയാഗാന്ധിക്ക് ഭാരതത്തോട് എത്രത്തോളം ആത്മാർത്ഥതയും ഭാരതീയരെ പ്രതി എത്രത്തോളം മനുഷ്യസ്നേഹവും ഉണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ്. തന്നെയുമല്ല പ്രധാനപ്പെട്ടൊരു വിഷയവുമാണിത്. അങ്ങനെയുള്ളവരുടെ ഒരു മനുഷ്യസ്നേഹം പരിശോധിക്കുമ്പോൾ നാം അവരുടെ ചരിത്രം പരിശോധിക്കേണ്ടിയിരിക്കും. ചരിത്രമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്ത് ഇറ്റലിക്കാരിയായി തന്നെ ഭാരതത്തിലെത്തി, ഇറ്റലിക്കാരിയായി തുടർന്ന് ആ ഭാരതീയ പൗരത്വം സ്വീകരിക്കാൻ മടി കാണിച്ച് തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം ഇറ്റലിക്കാർ മതി എന്ന് നിർബന്ധം പിടിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിലുള്ള സോണിയാഗാന്ധിയുടെ ചരിത്രമല്ല. ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൽ യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും ഇല്ലാതെ, അല്ലെങ്കിൽ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളെയും നിർദ്ദേശങ്ങളെയും മറികടന്ന് ഇറ്റലിക്കാരിയായി തുടർന്നുകൊണ്ട് തന്നെ അതീവ രഹസ്യ ഭാഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ അതീവ രഹസ്യ പ്ലാന്റുകളിലേക്ക് നിർബാധം കടന്നു ചെന്ന സോണിയാഗാന്ധിയുമല്ല നമ്മൾ പരിശോധിക്കുന്നത്. 2000 ഇപ്പുറത്തേക്കുള്ള കാലഘട്ടങ്ങളാണ്. പ്രധാനമായും 2004 മുതൽ 2014 വരെയുള്ള 10 വർഷങ്ങൾ. ആ 10 വർഷങ്ങളിലാണ് സോണിയാഗാന്ധി അധ്യക്ഷയായിരുന്ന UPA, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിൻ്റെ സർക്കാർ മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കി, അങ്ങനെ തന്നെ പറയണം, പാവയായിരുന്നു, അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയാക്കി ഭാരതം ഭരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ ഈ ഭാരതീയരെ പ്രതിയുള്ള മനുഷ്യസ്നേഹം ഒന്ന് പരിശോധിക്കണമെങ്കിൽ ആദ്യം നാം പരിശോധിക്കേണ്ടത് 2008 സെപ്റ്റംബർ 19 ഡൽഹിയിൽ നടന്ന ബാട്ട്ല ഹൗസ് എൻകൗണ്ടറാണ്. ആ എൻകൗണ്ടറിൽ ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകരവാദ സംഘടനയുടെ പ്രധാന പ്രവർത്തകരായ ആത്തിഫ് അമീൻ, മുഹമ്മദ് സാജിദ്, ഈ 2 ഭീകരവാദികളെയും അവരുടെ കൂട്ടാളികളെയും പിടികൂടുവാനായി ഡൽഹി പോലീസ് നടത്തിയ ധീരമായൊരു ഓപ്പറേഷനായിരുന്നു ഈ എൻകൗണ്ടറിലേക്ക് നയിച്ചത്. ഈ ആത്തിഫ് അമീനും മുഹമ്മദ് സാജിദും ആ എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. ഒപ്പം മോഹൻചാന്ദ് ശർമ്മ എന്ന ധീരനായൊരു പോലീസ് ഉദ്യോഗസ്ഥനും ഒരു DSPയും വീരമൃത്യു വരിച്ചു ആ എൻകൗണ്ടറിൽ. ഈ എൻകൗണ്ടറിന് ശേഷം സോണിയാഗാന്ധിയുടെ ഒരു പ്രതികരണത്തെ സംബന്ധിച്ച് സൽമാൻ ഖുർഷിദിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കൾ പിന്നീട് നമ്മോട് പറഞ്ഞിട്ടുണ്ട് വ്യക്തമായി തന്നെ. ഭീകരവാദികളുടെ, മരിച്ചു കിടക്കുന്ന ഭീകരവാദികളുടെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും കണ്ടപ്പോൾ സോണിയാഗാന്ധിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. തന്നെയുമല്ല അവർ കരുണാർദ്രമായി ആ ദൃശ്യങ്ങൾ അവരെ കാണിച്ചവരോട് അപേക്ഷിച്ചു, ഇതൊന്നും നിങ്ങൾ എന്നെ കാണിക്കരുത്, എനിക്ക് സഹിക്കുവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നാണ് സൽമാൻ ഖുർഷിദിനെ പോലുള്ളവർ അവകാശപ്പെടുന്നത്. ഭീകരവാദികളെക്കുറിച്ചാണ്. മോഹൻചാന്ദ് ശർമ്മയെ പ്രതി ഒരു ഇറ്റ് കണ്ണീർ പോലും സോണിയാഗാന്ധിയുടെ കണ്ണിൽ നിന്ന് പുറത്തു വന്നതായി ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുമില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഇത് ഒരു അടിസ്ഥാനമായി, സോണിയാഗാന്ധിയുടെ ഈ ചരിത്ര പരിശോധനയുടെ ഒരു അടിസ്ഥാനമായി പ്രേക്ഷകരോടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം. ഇനി UPA സർക്കാരിൻ്റെ കാലത്ത് സോണിയാഗാന്ധിയായിരുന്നു സൂപ്പർ പ്രൈം മിനിസ്റ്റർ എന്നുള്ളൊരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. മൻമോഹൻ സിംഗ് അവരുടെ ഒരു കളിപ്പാവ് മാത്രമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിനാർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ 2014 ശേഷം ജനിച്ച വ്യക്തിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. സൂപ്പർ പ്രൈം മിനിസ്റ്ററായി ഭാരതം ഭരിച്ചുകൊണ്ടിരുന്ന സോണിയാഗാന്ധിയുടെ കീഴിൽ, അല്ലെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ കീഴിലെന്ന് തന്നെ വേണമെങ്കിൽ നിങ്ങൾ ഒരു മാനസിക ആശ്വാസത്തിന് വിശ്വസിച്ചുള്ളൂ. ആ സർക്കാരിൻ്റെ കീഴിൽ ഭാരതത്തിൽ ഭീകരാക്രമണങ്ങൾ ദിനം പ്രതി എന്നവണ്ണം ഉണ്ടായിക്കൊണ്ടിരുന്നു. 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടങ്ങളിൽ മാത്രം 8000-ന് മുകളിൽ ഭാരതീയർക്കാണ് ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായത്. 2026-11 മുംബൈ ആക്രമണം, ആ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അതിന് മുൻപ് നടന്ന ഭീകരാക്രമണങ്ങളുടെ ഒരു ചെറിയ കണക്ക് ഞാൻ പ്രേക്ഷകരോട് പറയാം.
2007 ഹൈദരാബാദിലെ ബോംബ് ബ്ലാസ്റ്റ്. അതിനും ഒരല്പം പിന്നോട്ട് പോയാൽ 2005 ഡൽഹി ബോംബ് ബ്ലാസ്റ്റ്. ഡൽഹിയിൽ ഒരു മാലപ്പടക്കം പൊട്ടുന്നത് പോലെയാണ് ആ കാലഘട്ടത്തിൽ ബോംബ് ബ്ലാസ്റ്റുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. 2008 മുംബൈയിൽ ട്രെയിനിലുണ്ടായ ബോംബ് സ്ഫോടനം, നൂറുകണക്കിന് ആളുകൾ, 100-ലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടമായ ബോംബ് സ്ഫോടനമായിരുന്നു. നേരത്തെ ആദ്യം പറഞ്ഞ ഡൽഹിയിലെ ബോംബ് സ്ഫോടന ശൃംഖലയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിലെ പ്രധാന ഭീകരവാദികളെന്ന് സംശയിക്കപ്പെടുന്നവരാണ് ഈ ബാട്ട്ല ഹൗസ് എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ട ആതിഫ് അമീനും മുഹമ്മദ് സാജിദും. അവരുടെ 2 കൂട്ടാളികൾ രക്ഷപ്പെട്ടു പോയിരുന്നു. അതിൽ 2 പേരെയും പിന്നീട് പിടികൂടി നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇനി 2007 ശേഷം വന്നു കഴിഞ്ഞാൽ മുംബൈ ട്രെയിനിലെ ബോംബ് സ്ഫോടനത്തിന് ശേഷം 2007 ഹൈദരാബാദിലെ ബോംബ് സ്ഫോടനം, 2008 ജയ്പൂരിലെ ബോംബ് സ്ഫോടനം, 2008 തന്നെ അഹമ്മദാബാദ് ബോംബ് സ്ഫോടനം, അതിനുശേഷം പൂനെ, വീണ്ടും ഡൽഹി, അങ്ങനെ തുടരെ ബോംബ് സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും ഭാരതത്തിൽ ഒരു വാർത്തയേ അല്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ അരങ്ങേറിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8,000-ന് മുകളിൽ ആളുകൾക്ക്, ഭാരതീയർക്ക് ഈ ഭീകരാക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായിരുന്നു. അപ്പോഴൊക്കെ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ അന്വേഷണത്തിൽ പാകിസ്ഥാൻ്റെ പ്രവർത്തനങ്ങൾ, ഇതിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കരങ്ങൾ വെളിപ്പെട്ടിരുന്നെങ്കിലും മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരതം ഭരിച്ചിരുന്ന സർക്കാർ, അത് ആവർത്തിച്ച് പറയുന്നത് അതൊന്ന് ഉറപ്പിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ തർക്കമൊന്നും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ സർക്കാരുകൾ ചെയ്തിരുന്ന 2 സർക്കാരുകൾ ഉണ്ടായിരുന്നല്ലോ, 2004 മുതൽ 2009 വരെയും 2009 മുതൽ 2013 വരെ, അല്ലെങ്കിൽ 14 വരെ ഉണ്ടായിരുന്ന 2 സർക്കാരുകളും ചെയ്തിരുന്ന ഈ ഭീകരാക്രമണങ്ങൾക്ക് പുറമെ, അല്ലെങ്കിൽ പിന്നാലെ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാകാതിരിക്കുവാൻ ഭാരതത്തെ കൊണ്ട് സാധ്യമായതെല്ലാം ചെയ്യുക എന്നതായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇതിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങളതിനെ അപലപിക്കുന്നു എന്നൊരു പ്രസ്താവന ഇറക്കിയാലായി, ഇല്ലെങ്കിലായി. തുടർന്ന് കാര്യങ്ങളെല്ലാം പഴയ പോലെ എന്നുള്ള രീതിയിൽ പോവുകയായിരുന്നു. ആ സമയത്തുള്ള ഭാരതത്തിൻ്റെ പ്രതിരോധ മന്ത്രി AK ആൻ്റണി പറഞ്ഞതും പ്രേക്ഷകർക്ക് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തിരഞ്ഞാൽ കാണുവാൻ സാധിക്കും. വീഡിയോ ഞങ്ങൾ തന്നെ ഇതിനോടൊപ്പം കോപ്പിറൈറ്റിൻ്റെ വിഷയങ്ങളൊന്നുമില്ലെങ്കിൽ കൊടുക്കുവാൻ ശ്രമിക്കാം. ഒരു വികസിതമല്ലാത്ത അതിർത്തികളാണ് വികസിതമായ അതിർത്തികളെക്കാൾ സുരക്ഷിതം ഭാരതത്തെ സംബന്ധിച്ച് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരാശയം, അല്ലെങ്കിൽ മനോഭാവം. ആ മനോഭാവം AK ആൻ്റണിയെ പോലുള്ള ഒരാൾ സ്വന്തം തീരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ സ്വന്തം വീക്ഷണകോണിൽ നിന്നോ ഉരുവാക്കിയ ഒന്നല്ല. UPA സർക്കാരിൻ്റെ നയം തന്നെ അതായിരുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം 26/11 ലോകമൊട്ടാകെ ലോകമനസാക്ഷിയെ ഞെട്ടിച്ച 176 ഭാരതീയർക്ക് 4 ദിവസങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടമായ ഭീകരാക്രമണം, മുംബൈ ഭീകരാക്രമണം. ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, മുംബൈ ഭീകരാക്രമണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ ആ ദിവസം തന്നെ പല സ്യൂട്ടുകൾ മാറി, മോദി 10 ലക്ഷത്തിൻ്റെ സ്യൂട്ടിട്ടു, സ്വർണം തുന്നിയ സ്യൂട്ടിട്ടു, സ്യൂട്ട് ബൂട്ട് സർക്കാർ എന്നൊക്കെ ആരോപണം ഉന്നയിക്കുന്ന ഇവരുടെ തന്നെ ആഭ്യന്തരമന്ത്രി ഇത്രയും വലിയൊരു ഭീകരാക്രമണം രാജ്യത്ത് നടക്കുമ്പോൾ പലതവണ വസ്ത്രം മാറി മാധ്യമങ്ങളുടെ മുമ്പിൽ സുമുഖനായി പ്രത്യക്ഷപ്പെട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത്. NSG കമാൻഡോകളെ വിന്യസിക്കുന്നതിൽ ഉണ്ടായ കാലതാമസം കൊണ്ടെത്തിച്ചത് 10 ഭീകരവാദികളിൽ നിന്ന് മുംബൈയെ മോചിപ്പിച്ചെടുക്കാൻ 4 ദിവസങ്ങൾ വേണ്ടി വന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അധികം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാത്തതുമായിട്ടുള്ളൊരു കാര്യം കൂടി തത്വമയി ന്യൂസ് എന്ന പ്രേക്ഷകരോട് പറയുകയാണ്. ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സോണിയാഗാന്ധി ലോകം മുഴുവൻ അവരിൽ നിന്ന് അകലുകയാണെന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് എന്നും ഭാരതത്തോട് സൗഹൃദ മനോഭാവത്തോടു കൂടി മാത്രം പെരുമാറിയിട്ടുള്ള, ഭാരതത്തെ ആക്രമിക്കുന്നത് ഞങ്ങളെ ആക്രമിക്കുന്നതിന് തുല്യമാണ് എന്ന് എപ്പോഴും ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങളുടെ ആളുകളും മുംബൈയിൽ കുടുങ്ങിയിട്ടുണ്ട്, നിങ്ങൾ അനുവദിച്ചാൽ ഞങ്ങളുടെ കമാൻഡോസ് ഈ ഓപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തിത്തരാം. ശരിയാണ്, അങ്ങനെ ഒരു അനുവാദം നൽകിയിരുന്നെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ചത് വലിയ നാണക്കേടായിരുന്നേനെ. പക്ഷേ അത് ചെയ്യാതിരുന്ന ഒരു സർക്കാർ തീർച്ചയായും ചെയ്യേണ്ടിയിരുന്നത് NSGയുടെ വിന്യാസം വേഗത്തിലാക്കുക എന്നുള്ളതായിരുന്നു. NSG കമാൻഡോകളെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് ലഭിക്കുമ്പോൾ ഒരുങ്ങിയിരിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. മുകളിൽ നിന്ന് രാഷ്ട്രീയമായിട്ടുള്ള ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അവരുടെ വിന്യാസത്തിലുള്ള താമസം കൊണ്ടെത്തിച്ചത് ഞാൻ പറഞ്ഞു, 4 ദിവസങ്ങൾ വേണ്ടി വന്നു 10 ഭീകരവാദികളെ ഒതുക്കാൻ, അതിലൊരുത്തനെ ജീവനോടെ പിടിക്കാൻ.
ഇനി ആ ജീവനോടെ പിടിച്ചവനിലേക്ക് വരാം. അജ്മൽ അമീർ കസബ് എന്ന ഭീകരവാദിയെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ, തുക്കാറാം ഓംബ്ലെ എന്ന ആ ഒരു മഹത് വ്യക്തി, ആ ഒരു ഭീകരവാദി, ആ ജിഹാദിയെ ജീവനോടെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഈ ഒരു മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ആസൂത്രിതമായി കോൺഗ്രസ് ഒരുപക്ഷെ പാകിസ്ഥാനുമായി ചേർന്ന് തന്നെ നടത്തിയതാണോ എന്ന് സംശയിക്കാവുന്ന തരത്തിൽ ഉണ്ടായൊരു ആഖ്യാനമുണ്ടായിരുന്നു. ഹിന്ദുത്വ ഭീകരവാദം. രാഹുൽ ഗാന്ധി ആ ഭീകരാക്രമണം നടക്കുന്നതിന് മുൻപ് അതിനുശേഷവും ലോകരാഷ്ട്രങ്ങളിൽ പല കോളേജുകളിലും പ്രസിദ്ധമായ സർവകലാശാലകളിലുമൊക്കെ ചെന്ന് പ്രസംഗം നടത്തിയത് ലഷ്കർ എ തയ്യബയേക്കാൾ അപകടകാരിയാണ് RSS എന്നാണ്. അതേസമയം തന്നെ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ 26/11 RSS की साजिश, അതായത് 26/11 RSSൻ്റെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ചതി എന്നുള്ള ഏതോ ഒരു ജിഹാദി എഴുതിയ പുസ്തക പ്രകാശനത്തിൽ ചിരിച്ചുകൊണ്ട് പങ്കെടുത്ത് ബോളിവുഡ് താരങ്ങളെയും സംവിധായകരെയും അണിനിരത്തി വലിയൊരു ചടങ്ങിലൂടെ ഈ ഒരു ആഖ്യാനം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. പാകിസ്ഥാനെ സംബന്ധിച്ച് എന്തായിരുന്നു നടപടി? പാകിസ്ഥാൻ്റെ തെളിവ് അല്ലെങ്കിൽ ഇതിലുള്ള പങ്ക് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷവും അതിൻ്റെ തെളിവുകൾ ലഭിച്ചതിന് ശേഷവും എന്തിന് നമ്മുടെ വ്യോമസേന ഞങ്ങൾ ആക്രമിക്കുവാൻ തയ്യാറാണ്, പാകിസ്ഥാനിലെ ഭീകരവാദ സങ്കേതങ്ങളെല്ലാം അല്ലെങ്കിൽ അവരുടെ പരിശീലന കേന്ദ്രങ്ങളെല്ലാം തച്ചുടയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ട് പോലും അതിനനുവാദം നൽകാതെ പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വഷളാവാതിരിക്കാനാണ് അന്നും മൻമോഹൻ സിംഗ് പാവയായി ഭരിച്ചുകൊണ്ടിരുന്ന, സത്യത്തിൽ സോണിയാഗാന്ധി ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ ശ്രമിച്ചത്. വെറുതെ അമൻ കി ആശ, പാകിസ്ഥാനുമായി ശാന്തിക്കുള്ള താല്പര്യം അറിയിച്ചതല്ലാതെ അല്ലെങ്കിൽ ആശ അറിയിച്ചതല്ലാതെ മറ്റൊന്നും അവർ ചെയ്തിരുന്നില്ല. മറ്റൊന്നും ചെയ്തിരുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല, മറ്റൊന്നും കൂടി ചെയ്തു. അമൻ കി ആശ എന്നുള്ള സംഗീതം മാത്രം അല്ലെങ്കിൽ ആ ഗാനം മാത്രം പാടിക്കൊണ്ടവർ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ക്ഷമിക്കാമായിരുന്നു. $25 മില്യൺ പാകിസ്ഥാനിലുണ്ടായ പ്രളയത്തിന് ദുരിതാശ്വാസമായി ഭാരതം പാകിസ്ഥാന് നൽകി. ഏത് പാകിസ്ഥാന്? നമ്മുടെ രാജ്യത്തേക്ക് ഭീകരവാദികളെ പരിശീലിപ്പിച്ച് നുഴഞ്ഞുകയറ്റത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ ഭാരതീയരുടെ ജീവനെടുക്കുവാൻ സഹായം നൽകുന്ന പാകിസ്ഥാന് $25 മില്യൺ സഹായധനമായി ഭാരതം നൽകിയത് 26/11 മുംബൈ ആക്രമണത്തിന് ശേഷം. ആ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതം നേരിടേണ്ടി വന്നൊരു മുറിവ് അല്ലെങ്കിൽ ഭാരതത്തിനേറ്റൊരു മുറിവ് ചെറുതൊന്നുമല്ല. ഭാരതത്തിൻ്റെ ഉള്ളിൽ കടന്ന് ഇത്തരത്തിൽ ഭീകരവാദാക്രമണം നടത്താൻ തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് പാകിസ്ഥാന് തെളിയിക്കുവാൻ സാധിച്ചത്, അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ISI പോലുള്ള ജിഹാദി പരിശീലകർക്ക് ഒരു ധൈര്യം ലഭിച്ചത്, അതിനു മുൻപ് നടന്ന ഭീകരാക്രമണങ്ങളിലെല്ലാം ഭാരതം സ്വീകരിച്ച നടപടികൾ കണ്ടുകൊണ്ട് അവരുടെ ധൈര്യം അനുദിനം വർദ്ധിച്ചു വന്നതുകൊണ്ട് മാത്രമാണ്, അവരുടെ ആത്മവിശ്വാസം അനുദിനം വർദ്ധിച്ചു വന്നതുകൊണ്ട് മാത്രമാണ്. അത് പ്രേക്ഷകർ വ്യക്തമായി മനസ്സിലാക്കുക. ഇതിൻ്റെ എല്ലാം തലപ്പത്ത് സോണിയാഗാന്ധി ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, ഭാരതീയരെ പ്രതിയുള്ള അവരുടെ ഒരു മനുഷ്യസ്നേഹമെന്നുള്ളത് ഒരു കാലത്തും ഉണ്ടായിരുന്ന ഒരു വികാരമേ അല്ല. അവരുടെ മനുഷ്യസ്നേഹം മുഴുവൻ കാലം നമ്മളോട് പറയുന്നത് ജിഹാദികളെ പ്രതിയായിരുന്നു. അത് വോട്ട് ബാങ്കിനെ സ്നേഹിച്ചാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടാണോ മറ്റെന്തെങ്കിലും ബാധ്യതകൾ അവർക്ക് ജിഹാദികളെ പ്രതി ഉള്ളത് കൊണ്ടാണോ എന്നുള്ളതൊന്നും വ്യക്തമായി നമുക്കറിയില്ല. അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അന്വേഷണങ്ങൾ നടന്നാൽ തന്നെ ഭാരതത്തിൻ്റെ ഇത്രയും മുതിർന്നൊരു നേതാവിനെ, പ്രത്യേകിച്ച് വ്യാജമാണെങ്കിലും അല്ലെങ്കിലും ഭാരതത്തിൻ്റെ ഒരു വലിയ കുടുംബം, ഭാരതത്തിൻ്റെ ഭരണം ഏറെക്കാലം കൈയാണ്ട ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇനി നാളെ പുറത്തു വന്നാൽ തന്നെ, അവരുടെ പേരിൽ എന്തെങ്കിലും നിയമ നടപടികൾ കൈക്കൊണ്ടാൽ തന്നെ ഭാരതത്തെ അത് എത്രത്തോളം ദോഷകരമായി അന്താരാഷ്ട്ര തലത്തിൽ ബാധിക്കുമെന്നുള്ളതും പ്രേക്ഷകർ ഓർക്കണം. കാരണം അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇറ്റലിയിൽ പോപ്പ് ഇവിടെ വന്ന നരേന്ദ്രമോദിയുടെ മേൽ സോണിയാഗാന്ധിയെ വിടുതല ചെയ്യിപ്പിക്കുവാൻ സമ്മർദ്ദം ചെലുത്തുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. സമ്മർദ്ദം ചെലുത്തിയാലും ഇപ്പോൾ ആ സമ്മർദ്ദത്തേക്ക് തള്ളിക്കളയുവാനുള്ള ആർജവം ഇപ്പോഴത്തെ സർക്കാരിനുണ്ട്. പക്ഷേ നാണക്കേട്, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയുടെ കുടുംബം, ആ കുടുംബം ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ചിലപ്പോൾ മനഃപൂർവ്വം പുറത്തുവിടാത്തതായിരിക്കാമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലും രഹസ്യാന്വേഷണ ഏജൻസികൾ കാര്യങ്ങൾ നീക്കാറുണ്ട്. ഈ അമേരിക്കയുടെ കാര്യത്തിൽ ജോൺ എഫ് കെന്നഡിയുടെ വധത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പോലെ അതിൽ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുമപ്പുറത്തേക്ക് വൈറ്റ് ഹൗസിലുണ്ടായിട്ടുള്ള പല സ്കാൻഡലുകളെക്കുറിച്ചുള്ള
പല വിവാദങ്ങളെ സംബന്ധിച്ച് ബിൽ ക്ലിൻ്റൺ, മോണിക്ക ലെവിൻസ്കി ആ വിവാദത്തിൽ തന്നെ എന്താണ് സംഭവിച്ചത്, അതിനുശേഷം അതിൻ്റെ തെളിവുകളായി അല്ലെങ്കിൽ സാക്ഷികളായി ഉണ്ടായിരുന്ന നിരവധി പേരുടെ മരണങ്ങൾ, ഇത് സംബന്ധിച്ച വിവരങ്ങളെല്ലാം ബിൽ ക്ലിൻ്റൻ്റെ എതിർ പാർട്ടിക്കാർ പ്രസിഡൻ്റായി വന്നപ്പോൾ പോലും ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനായ ബിൽ ക്ലിൻ്റൻ്റെ എതിരാളികളായ റിപ്പബ്ലിക് പാർട്ടിക്കാർ പിന്നെ വൈറ്റ് ഹൗസിൽ അധികാരത്തിലേറിയപ്പോൾ പോലും അതിൻ്റെ വിശദാംശങ്ങൾ ഒരിക്കലും പുറത്തുവിട്ടിരുന്നില്ല. ഈ ഒരു അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പലം നിറം പിടിപ്പിച്ച കഥകളും പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ സാക്ഷികളുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, വെളിപ്പെടുത്തിയാൽ ചിലപ്പോൾ ബിൽ ക്ലിൻ്റൻ്റെയും അദ്ദേഹത്തിൻ്റെ പത്നി ഹിലരി ക്ലിൻ്റൻ്റെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും തന്നെ ഒരു രാഷ്ട്രീയ സ്വാധീനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ധാർമ്മികപരമായിട്ടുള്ള നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുവാൻ റിപ്പബ്ലിക്കൻസിന് സാധിച്ചേക്കാം. പക്ഷേ അത് ബാധിക്കുക അമേരിക്കയുടെ ഒരു വിശ്വാസ്യതയായിരിക്കും അന്താരാഷ്ട്ര തലത്തിലുള്ള. അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഭരണാധികാരികളുടെ അറിവോടുകൂടി തന്നെ ചിലപ്പോൾ എടുത്തേക്കാം. ഇത് എൻ്റെ ഒരു ഊഹം മാത്രമാണ്. അതുകൊണ്ട് കൂടിയായിരിക്കാം പല വിവരങ്ങളും ഇപ്പോഴും പുറത്ത് പറയാതെ അവരെ നിരീക്ഷണത്തിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കുന്നതും ചിലപ്പോൾ നമ്മളവരെ സഹിക്കുവാൻ ബാധ്യസ്ഥരാകുന്നതും ഈ ഒരു കാരണം കൊണ്ടാകാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ പ്രേക്ഷകരുടെ അഭിപ്രായം ഈ വിഷയത്തിൽ എന്താണെന്നുള്ളത് തീർച്ചയായും കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. അവസാനമായി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ്, സോണിയാഗാന്ധി എന്നുള്ള വ്യക്തിയുടെ കൂറും മനുഷ്യസ്നേഹവും ജിഹാദികളെ പ്രതിയാണ്. അത് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ വ്യക്തമായെന്ന് കരുതുന്നു. ഇതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും അപകടം അവരിൽ നിന്ന് ഭാരതത്തിന് ഏൽക്കുവാനുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. ഇപ്പോഴും ആരോഗ്യത്തിന് അല്പം ക്ഷീണമുണ്ടെങ്കിലും അവരപകടകാരിയായ ഒരു വ്യക്തിയാണ്. അവരുടെ മകൻ രാഹുൽ ഗാന്ധിയെപ്പോലെ അത്ര ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയല്ല അവർ. 10 വർഷങ്ങൾ UPA കെട്ടുറപ്പോടുകൂടി, അതായത് ഭൂരിപക്ഷം ഇല്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കഴിവിലൂടെ തന്നെ അവരത് തെളിയിച്ചു കഴിഞ്ഞതാണ്. അതും 2004 അധികാരത്തിൽ വന്നത് DMK NDAയിൽ നിന്ന് അടർത്തിയെടുത്താണ് അവർ അധികാരത്തിലെത്തിയത്. അതിനവർ തമിഴ് പുലികളെപ്പോലും ഉപയോഗിച്ചു എന്നൊരു കിംവദന്തിയും നിലനിൽപ്പുണ്ട്. ആ കിംവദന്തി ശരിയാണെങ്കിലും അല്ലെങ്കിലും അത്തരത്തിലൊരു തന്ത്രങ്ങൾ മെനയാൻ കെൽപ്പുള്ള ഒരു വനിത അല്ലെങ്കിൽ ഒരു വ്യക്തി, വനിതയാകണമെന്നില്ല, വനിതയോ പുരുഷനോ ആകട്ടെ, വ്യക്തി എത്രത്തോളം അപകടകാരിയായിരിക്കുമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. തന്നെയുമല്ല, അവരുടെ മനോഭാവം ജിഹാദികൾക്ക് അനുകൂലം കൂടിയാണെങ്കിൽ ഭാരതത്തിന് അത് തീർച്ചയായും ദോഷകരം തന്നെയാണ്. തൽക്കാലം ഇത്രമാത്രം. ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ തത്വമയി ന്യൂസിൻ്റെ YouTube ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൽക്കാലം ഇത്രമാത്രം. സംവാദങ്ങൾ തുടരട്ടെ. നന്ദി. ശുഭരാത്രി.